ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ശാരി രാഹുലിൻ്റെ അടുത്തിരുന്ന് രാഹുലിൻ്റെ മനസ്സിലുള്ളത് എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്നുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ നടത്തുവാണ്. അപ്പോൾ നമ്മുടെ താരയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ താരയും ചന്ദ്രസേനനും തമ്മിലാണ് ബന്ധമെന്നും ഇത്രയും കാലം ഭാര്യയുടെ ആ ഒരു സ്നേഹം കിട്ടാമെന്നാണ് ചന്ദ്രസേനൻ ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അവരെ വരുതിയിലാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നും രൂപയുടെ ജീവിതത്തിൽ കയറി കൂടിയതാണെന്നും സത്യങ്ങളൊന്നും അവനറിയില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ശാരി ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ. അവൻ നമ്മൾ ഇതുപോലെ ചതിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നീ എനിക്കൊപ്പം പിടിച്ചു നിന്നേ പറ്റൂ ശാരി എന്ന് പറഞ്ഞു രാഹുൽ. അത് തന്നെയല്ലേ ഇത്രയും കാലം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇനി അതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറയുവാണ് നമ്മുടെ ശാരി. ചിലപ്പോൾ പഴയതിനേക്കാളും ഞാൻ നിങ്ങൾ സ്നേഹിച്ചെന്ന് വരും, ചിലപ്പോൾ എന്തുവാണിപ്പോൾ ചിലപ്പോൾ അല്ല, പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പരസ്പരം ധാരണയിൽ മുന്നോട്ട് പോകണം. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പാണ് ശാരി, ഈ ചന്ദ്രസേനൻ അധികം നാളില്ല, അവന് മിക്കവാറും രൂപ തന്നെ കൊല്ലും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശാരി ഇങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പലതും ആലോചിക്കുക. അപ്പോൾ ശാരിയുടെ മുഖത്ത് ആ ഒരു വിഷമക്കെട്ട് അതങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ശാരി എന്നിട്ട് പലതും ആലോചിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു. ഈ സമയം കിരൺ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ശാരി ഓർക്കും. അങ്കിള് പറഞ്ഞതെല്ലാം കല്ല് വെച്ച കള്ളങ്ങളാണെന്നും അതുപോലെ നിങ്ങളെ ചതിക്കുമെന്നും സരിയു എൻ്റെ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞതെല്ലാം നുണയാണ്, അങ്കിളിൻ്റെ മകൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞതും അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജയിലിൽ കിടക്കുന്ന വിക്രത്തെ കാണാനായിട്ട് സോണിയും അതുപോലെ ആൽബിയും കൂടെ ചെല്ലുക. ഇവരെ കണ്ടപ്പോൾ വിക്രത്തൊരു ഭയങ്കര കലിപ്പ്. ഇന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നിന്നെ ഒന്ന് വന്ന് കാണണമെന്ന് കരുതിയെന്ന് സോണി വിക്രത്തിനോട് പറയുന്നു. പല രീതിയിൽ നീ കല്യാണം മുടക്കാൻ നോക്കി, അത് നടക്കാതെ വന്നപ്പോൾ നീ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മോഷണത്തിന് കയറിയതും പോരാഞ്ഞിട്ട് നീ എൻ്റെ തലയ്ക്ക് അടിയും തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വെറുതെ മോഷ്ടിക്കാൻ വന്നതൊന്നുമല്ല, ഇവൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു ആൽബേട്ട, അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഈ പരിപാടിയൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞു. പിന്നെ നാണമില്ലാത്തത് കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ കൈ നീട്ടുമോ നിൻ്റെ അമ്മമ്മ, നല്ല തണ്ടും തടിമിടുക്കും ഉണ്ടല്ലോടാ. ഈ സമയത്ത് വയസ്സായ അച്ഛനെയും അമ്മമ്മയൊക്കെ നല്ല രീതിയിൽ നോക്കുന്നതിന് പകരം എന്തിനാടാ അന്യൻ്റെ മുതൽ പിടിച്ചു പറിക്കാൻ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നെ കാണാൻ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ വരത്തില്ലായിരുന്നു എന്ന് വിക്രം നേരം പറയുവാണ്. ഇത് കേട്ടപ്പോൾ നീ വന്നില്ലെങ്കിലേ നിന്നെ വരുത്താൻ ഞങ്ങൾക്കറിയാമെന്ന് സോണി അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു. വിക്രം നേരം ഇങ്ങനെ സോണിയെ നോക്കുക കേട്ടോ. നിന്നെ കാണാനാണ് ഞങ്ങൾ വന്നതെങ്കിൽ കണ്ടിട്ടേ പോകും, ഇനി എന്തിനാ നിങ്ങൾ എന്നെ കാണുന്നത്? നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എൻ്റെ മുന്നിലേക്ക് നീയൊന്നും വരേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ വന്നതല്ലടാ, നീ വരുത്തിയതാണെന്ന് ആൽബി അന്നേരം പറഞ്ഞേ. പിന്നെ നീയും സോണിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് നീ പറഞ്ഞല്ലോ. അങ്ങനെ ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാടാ മോഷ്ടിക്കാനായിട്ട് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചു. നീ മനഃപൂർവ്വം വന്നല്ലേടാ എന്നൊക്കെ ചോദിച്ചപ്പം എന്നോട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ സംസാരിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല, ഒന്ന് പോകാവോ എന്നും ചോദിച്ച് വിക്രം നിൽക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും ഇനി നീ ദ്രോഹിച്ചാൽ ഇതായിരിക്കില്ല നിനക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് സോണി. എൻ്റെ അച്ഛനെയും കിരണേട്ടനെയൊക്കെ നിനക്ക് അറിയാവുന്നതാണല്ലോ, അവരുടെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം, അത് നീ ഓർത്ത് വെച്ചോളണം, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, പറഞ്ഞത് മനസ്സിലായോടാ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ വിക്രം ഇങ്ങനെ നാറി നാണം കെട്ട് വിളറി വെളുത്ത് അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും വിക്രത്തിനിട്ടുള്ളത് കൊടുത്തിട്ട് അവരങ്ങ് പോയി. ഇന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ശാരി വഴിയരികിൽ കാത്തു നിൽക്കുകയാണ് ചേട്ടൻ വരുന്നത് നോക്കി. മനസ്സ് കിടന്ന് തിരമാല അടിക്കുന്നത് പോലെ കിടന്ന് കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുക. കുറേ നേരം നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ വന്നു. ആ പുള്ളിയുടെ ഓരോ ചുവടുവെപ്പിലും നമ്മുടെ ശാരിയുടെ നെഞ്ചിടിപ്പുണ്ട്. ആ ചേട്ടൻ ശാരിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇപ്പോഴാണ് ശരിയായ ആളുകളുടെ മുടിയിഴകൾ കൊണ്ടുവന്നത് എന്നാ ചേട്ടൻ ശാരിയോട് പറയാം. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ ആരുടെ മുടിയിഴയാണോ നിങ്ങൾ കൊണ്ടുവന്നത് അവരാണ് കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശാരി അവിടെ കുഴഞ്ഞു വീണ് തകർന്ന് തരിപ്പണമായിപ്പോയി. അങ്ങനെ നമ്മുടെ ശാരി വാവിട്ട് കരയുവാട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കാര്യങ്ങൾ ഓക്കെ ആയത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? എന്തായാലും അതും നടന്നില്ല. ഇപ്പോൾ അന്യരാണ് അവകാശികളെന്ന് തെളിയുകയും ചെയ്തു. ഇതൊന്നും കേട്ട് ശാരി മിണ്ടുന്നില്ല. അവരൊരു പക്ഷേ കുഞ്ഞിനെ തേടി വന്നിട്ടുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശാരി ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ശാരി നടക്കുന്ന കാൽച്ചുവടൊക്കെ വെച്ച് പോവുക. ശാരി ഇങ്ങനെ ആകെ വിളറി വെളുത്ത് വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അയാൾ ശാരി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല, വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ശാരിയോട് പറയാം കേട്ടോ. ശാരിക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ലേ. അപ്പോൾ സാറ്
ശരിക്കും നോക്കിയായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കാതിരിക്കാൻ കഴിയുമെന്ന് ആ സാറ് ചോദിക്കുക. ഇതിൻ്റെ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ട് ഇത്തരം കേസുകൾ ഒരു തവണയല്ല ഒന്നിലധികം തവണ പരിശോധിച്ച് നോക്കും എന്നും ആ സാറ് ശാരിയോട് പറയുക. ശാരി വിങ്ങിപ്പൊട്ടു വന്നെന്ന്. ഇനി എത്ര തവണ നോക്കിയാലും എവിടെയൊക്കെ പോയി നോക്കിയാലും ഈ റിസൾട്ടിൽ യാതൊരു മാറ്റവും വരത്തില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശാരിയുടെ കയ്യിൽ നിന്ന് പോയി. അല്ല, ശാരി നിന്ന് വാ പൊത്തി വാ വിട്ട് കരയുക. എന്താടോ താനിങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു ശാരി. ഇതേ ഈ ഒരു തൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചത് അത് നിങ്ങളുടെ മകളാണോ എന്ന്. അപ്പോഴേക്കും നമ്മുടെ ശാരി ഇങ്ങനെ തകർന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയൊന്നും ഇല്ല സാറെന്നും എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരി അവളുടെ അവസ്ഥ എനിക്കേറെ പ്രിയപ്പെട്ടവളാണ്. അവളിനി ഇതറിയുമ്പോൾ തകർന്നു പോകുമല്ലോ എന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്കിത് അവളോട് പറയാൻ പറ്റത്തില്ല സാർ. കുഞ്ഞിന് ഇതൊന്നും അറിയില്ല, അതുകൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരില്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ എന്നാൽ എല്ലാം മൂടി വയ്ക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു നമ്മുടെ ശാരിയോട് ആ സാറ്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ അമ്മയെന്ന് പറയുന്നവള് വർഷങ്ങൾക്ക് ശേഷം കയറി വന്നിരിക്കുകയാണെന്നും കുഞ്ഞിൻ്റെ അവകാശം പറഞ്ഞു വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മേഡം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു കേസായി കഴിഞ്ഞാൽ യഥാർത്ഥ അവകാശികൾക്ക് കുഞ്ഞിനെ കൊടുക്കേണ്ടി വരും, അതാണ് നിയമം എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോഴേക്ക് ശാരി നിന്ന് വല്ലാതെയായിട്ടോ. കോടതി സ്വന്തം അമ്മയ്ക്കൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യവും പറഞ്ഞു. അവർ കുഞ്ഞിനെ കളയാനുണ്ടായ സാഹചര്യം അതൊക്കെ വേറെ കാര്യമാണ്. എങ്കിലും സ്വന്തം അമ്മയ്ക്ക് കുഞ്ഞിനെ വളർത്താനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം പക്ഷേ ആ കുഞ്ഞിന് അവരെ ഇഷ്ടമല്ല സാർ. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം അതെ, കോടതി മോൾക്കൊപ്പം നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയല്ല, ഇത്തരം സംഭവങ്ങൾ അത്യപൂർവമാണ്. പിന്നെ ഈ മകളെ അമ്മ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവരുടെ ശല്യം കൂടി വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് വേണ്ടുന്ന വഴികളൊക്കെ നമ്മുടെ ശാരിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുക. ശാരി അവിടെ നിന്ന് സാറ് പോയി കഴിഞ്ഞപ്പോഴേക്കും വിട്ട് കരയോ കേട്ടോ. നനങ്ങാൻ പോലും ശാരിക്ക് കഴിയുന്നില്ല. കാരണം അത്രത്തോളം ശരീരവും മനസ്സും എല്ലാം ഇങ്ങനെ ആയിട്ടിരിക്കുവാണല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ കിരണും കല്യാണിയും തറപ്പിച്ചു പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുവാണ് വണ്ടിയിലിരുന്ന്. അപ്പോൾ എടാ രാഹുലെ എടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് മുഴു ഭ്രാന്തിയെ പോലെയൊക്കെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പോഴേക്കും ഡ്രൈവർ ചോദിച്ചു, മേഡം എന്താ പറ്റിയ എന്താ മേഡം എന്ന്. ഒന്നുമില്ല എന്ന് പറഞ്ഞു നേരെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. ഡ്രൈവർ വണ്ടിയായിട്ട് പോകണം. ശാരി അങ്ങനെ വണ്ടിയിലിരുന്ന് വിട്ട് കരയുക. അപ്പോൾ ശാരിയുടെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ടത് ഡ്രൈവർക്കും ആകെ പേടിയായി തുടങ്ങി കേട്ടോ. ഇങ്ങനെ ഒരു തരത്തിൽ അവർ പോകുക കേട്ടോ. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരൺ ഇങ്ങനെ ഒരു വഴി സൈഡിൽ കാത്തു നിൽക്കുന്നു. അതും ശാരിയെ കാത്താണ് നിൽക്കുന്നത്. ശാരി നേരെ കിരണിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ശാരിയെ കണ്ട് കിരൺ ഇങ്ങനെ അടിമൂടി നോക്കുക എന്നൊക്കെയുള്ളൊരിതില്ല. ഇപ്പോൾ പഴയ ദേഷ്യമൊന്നും കാണാനില്ലല്ലോ, എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഈ സമയത്ത് കിരണിൻ്റെ മുന്നിൽ കൈ കൂപ്പി നിറകണ്ണുകളോടെ നിൽക്കുകയാണ് നമ്മുടെ ശാരി. അപ്പോഴേക്കും കിരണിനാകെ സങ്കടമായി. കാര്യം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ഒരു അവസ്ഥ. ഇത്രയ്ക്ക് എൻ്റെ ആൻറ്റി താഴേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് കിരൺ നേരം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിച്ചു. അത് തെളിഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പം കിരണിൻ്റെ മുന്നിൽ ആ യാചനയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. വന്ന് കിരണിൻ്റെ കാലയിൽ വീണ് മാപ്പ് പറയുവാണ്. നേരത്തെ തന്നെ തെളിഞ്ഞതാണെന്നും പിന്നെ ഞാൻ കണ്ട ഫോറൻസിക് ലാബിൽ എലിസബത്ത് ആ ഒരു റിസൾട്ട് പറയുന്നതിന് മുൻപ് മോനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കാതിരുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം വേറെ മാറ്റി കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ എൻ്റെ ഇടയ്ക്ക് സംഭവിച്ചോ എന്ന് ചോദിച്ചു. സംഭവിച്ചെന്ന് ശാരി കിരണിനോട് പറയുകയും ചെയ്തു. അങ്ങനെ പിന്നെ വേറൊരു സാറിനെ കൊണ്ട് കാണിച്ചു. ആ സാറ് എല്ലാ ടെസ്റ്റ് ചെയ്ത് നടത്തിയതിന് ശേഷം ഞാൻ വിശ്വസിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഞാൻ ആൻറ്റിക്ക് മുന്നിൽ ഒന്നുകൂടി ആവർത്തിക്കാം. എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റിയുടെ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്നറിയാൻ ഞാനൊരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പം ഇതൊക്കെ ശാരി കേട്ട് നിൽക്കുക. അവിടെയാണ് ചില സത്യങ്ങളൊക്കെ വെളിവായതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അങ്ങനത്തെ സംഭവിച്ച പണ്ടത്തെ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ കിരൺ ശാരിയോട് പറയുന്നു. അങ്ങനെ ശാരിയുമായി സംസാരിച്ച് സംഭവിച്ചതെല്ലാം ശാരിക്ക് മുന്നിൽ വെളിപ്പെടുത്തി നമ്മുടെ കിരൺ. അതൊക്കെ കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശാരിക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല. ആൻറ്റിക്ക് ബോധം അറിഞ്ഞ സമയത്ത് മരണപ്പെട്ട കുഞ്ഞിനെ മാറ്റിയിട്ട് അതിന് പകരം കൊണ്ടുവന്ന് വെച്ചതാണ് താരാൻറ്റിയുടെ കുഞ്ഞിനെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയണു കിരൺ. അത് ദൈവ നിയോഗമായിരുന്നു.
ബ്രോക്കർ കുമാരൻ കുഞ്ഞിനെ കൈമാറുമ്പോൾ അത് താരാൻ്റിയുടെ കുഞ്ഞാണെന്ന് അങ്കിളിന് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളും നമ്മുടെ കിരൺ പറയുകയും ചെയ്തു. എന്നാൽ താരാൻ്റി പ്രസവിച്ച സമയത്ത് അച്ഛനില്ലാത്ത കുഞ്ഞിനെ അവരുടെ ബന്ധുക്കൾ കുമാരൻ എന്ന ബ്രോക്കറുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. അതറിയാതെയാണ് താരാൻ്റിയുടെ കുഞ്ഞിനെ ആൻറ്റിയുടെ അരികിൽ അയാൾ കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യവും കിരൺ പറഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ അത് സ്വന്തം കുഞ്ഞാണെന്ന് ആൻറ്റി കരുതുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൻറ്റിക്ക് തന്ന ശിക്ഷയാണ് അയാൾ എന്നും പറഞ്ഞ് രാഹുലിനെ കുറിച്ചും പറഞ്ഞു. ഇനിയിപ്പോൾ താരയാണ് അവളുടെ അമ്മയെന്ന് അറിഞ്ഞാലും അത് അവൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും പിന്നെ ചിലപ്പോൾ എൻ്റെ മോള് ചത്തു കളയുമെന്നൊക്കെ ശാരി ഇങ്ങനെ പറഞ്ഞ് വിട്ട് കരയുവാണ് കിരണിൻ്റെ മുന്നിൽ. ഒരു വാക്ക് ഞാൻ തന്നാൽ അത് ഞാൻ പാലിച്ചിരിക്കുമെന്ന് കിരൺ ഇങ്ങനെ ശാരിയോട് പറഞ്ഞു. ഒരിക്കലും ആരും അറിയരുതെന്ന് പറഞ്ഞപ്പോൾ. എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ ഒരുമിച്ചെന്ന് നിങ്ങൾ ഒരിക്കലും അയാളോട് പറയരുതെന്നുള്ള കാര്യം ശാരിയോട് പറഞ്ഞു. അങ്ങനെ വാക്കു മേടിക്കുക നമ്മുടെ കിരൺ. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും ശത്രുക്കളാണെന്നും എൻ്റെ അമ്മ ഇപ്പം ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ നാടകമാണെന്നും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും മകളെയും ധരിപ്പിക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യവും കിരൺ പറയുവാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ശാരീരികനൊന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. നിങ്ങളുടെ രഹസ്യം ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു, അതിന് നിങ്ങൾ ചെയ്തു തരേണ്ട പ്രത്യുപകാരമാണിതെന്നൊക്കെ പറഞ്ഞപ്പം അത് ഞാൻ ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ മോനെ, ഞാൻ ചെയ്തോളാം എന്ന് പറയുവാണ് നമ്മുടെ ശാരി. എങ്കിൽ നിങ്ങളുടെ ഈ രഹസ്യം മൂടി വെക്കുക മാത്രമല്ല ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നിരിക്കുമെന്ന് കിരൺ ശാരിയോട് പറഞ്ഞു. ശാരി ഇങ്ങനെ തകർന്ന് നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു ദുരന്തമാണെന്ന് നമ്മുടെ കിരൺ ശാരിയോട് പറഞ്ഞ് അത് എന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ലെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ശാപമാണ് എൻ്റെ അങ്കിളെന്ന് പറയുന്ന ആ അവതാരം എന്നും പറഞ്ഞ് കിരൺ എല്ലാം അങ്ങ് വിശദീകരിച്ച് പറഞ്ഞു. അയാൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയത് നിങ്ങളുടെ നല്ല കാലമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്നൊക്കെ പറഞ്ഞ കിരണിനോട് അയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു ശാരി. കൊല്ലും ഞാൻ അയാളെ എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൊന്നാൽ നിങ്ങൾ ജയിലിൽ പോകുമെന്ന് പറഞ്ഞു കിരൺ. പോകുന്നെങ്കിൽ പോട്ടെ, ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത്, അവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ലെന്നും അതുപോലെ മോൻ്റെ അച്ഛനും താരയും തമ്മിലാണ് അടുപ്പമെന്നും പറഞ്ഞ് എന്തൊക്കെ പുകില അയാൾ ഉണ്ടാക്കിയത്. എത്ര കാലം അവൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു, എത്ര കാലം രൂപയുടെ ജീവിതം അവൻ തകർത്തു എന്നൊക്കെ ചോദിച്ചു. രൂപയും ചന്ദ്രസേനയും തമ്മിൽ അകറ്റിയില്ലേന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാം നമ്മുടെ താരയും ഏറ്റു പറയാം. അവരുടെ ജീവിതം അവൻ ഇല്ലാതാക്കി കളഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ച് ശാരി ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആവുക കേട്ടോ. അപ്പോൾ ഭാഗ്യം കെട്ടവളായിപ്പോയത് ഞാനല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞ് ശാരി അങ്ങനെ നടന്നു പോകുന്നതൊക്കെ കണ്ട് നമ്മുടെ കിരണും ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുന്നിടത്ത് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.